നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മാഡം, നീ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോവാന്ന് ഇവര് പറഞ്ഞല്ലോ, സത്യാണോ? ചോദിച്ചത് കേട്ടില്ലേ? മറുപടി പറയ. സത്യം മാഡം. അങ്ങനെ ഓടി രക്ഷപ്പെടാൻ മാത്രം എന്ത് പ്രശ്നം നിനക്കിവിടെ ഉള്ളത്? എനിക്കിനി ഇവിടെ പറ്റില്ല മാഡം. ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും ഇവൾ ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നെ. ഇനി ഇവിടെ പറ്റില്ല എന്ന്. നിനക്ക് തിരിച്ചു പോണം അല്ലേ? പൊയ്ക്കോ. നിന്നെ ആരും ഇവിടെ പിടിച്ചു വെക്കില്ല. മാഡം, മാഡം ഇവിടെ സപ്പോർട്ട് ചെയ്യാണോ? പോകാൻ തീരുമാനിച്ച ആളെ നമ്മൾ എന്തിനാ പിടിച്ചു നിർത്തുന്നത്? അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അതിലിടപെടാൻ നമുക്കെന്താ അവകാശം? പക്ഷെ ഒരു കാര്യം, എല്ലാവരും നിന്നെ മറ്റൊരു കണ്ണുകൊണ്ട് കാണും എന്നതല്ലേ നിന്റെ പ്രശ്നം? നിന്നെ കുത്താനും കല്ലെറിയാനും നിൽക്കുന്നവർക്ക് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അതിനുശേഷം നീ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. നീ ഈ ടൗണിൽ വന്നത് എന്തിനാ? ഞാനിത് നിന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ആ ലക്ഷ്യം മറന്ന് നീ തിരിച്ചു പോയാ അതിന്റെ അർത്ഥം നിന്നെ ഒന്നിനും കൊള്ളില്ലെന്ന. ഒന്നിനും കൊള്ളാത്തവളായി തിരിച്ചു പോകാൻ നിനക്ക് മടിയില്ലെങ്കിൽ ഞങ്ങൾക്കെന്താ? വീട്ടുകാർക്ക് വലിയ പ്രതീക്ഷ നൽകിയിട്ടല്ലേ നീ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ തോറ്റുപോയിന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിലേക്ക് തിരിച്ചു പോകാൻ നിനക്ക് മടിയില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ പിടിച്ചു നിർത്തുന്നതിൽ എന്താ അർത്ഥം? ഓക്കോ. പക്ഷെ പോകുന്നതിന് മുൻപ് നിന്നെ കുടുക്കിയവരെയും ഇങ്ങനൊരു ചീത്തപ്പേര് നിനക്ക് ഉണ്ടാക്കി തന്നവരെയും നീ കണ്ടുപിടിക്കണം. അവരെ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ട് നീ പൊയ്ക്കോ. അല്ലാതെ നീ ഇവിടെ നിന്നും പോകാൻ പാടില്ല. പോകാൻ ഞാൻ സമ്മതിക്കേയില്ല. എന്താടാ? വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കാം, നീ ഇവിടെ ഇല്ല, നിന്റെ മനസ്സും ഇവിടെ ഇല്ല. കൈലാഷ് സാറ് നിന്റെയും പാറുവിന്റെയും കൂടെ അല്ലേ നിന്നത്? നിങ്ങളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞവരുടെയൊക്കെ വായ അടപ്പിച്ചില്ലേ കൈലാഷ് സാറ്? എന്നിട്ടും നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പാറു ഇന്ന് ജോലിക്ക് വന്നില്ല. നിന്നെപ്പോലെ അവളും ആ കാര്യങ്ങൾ ആലോചിച്ച് അവിടെ സങ്കടപ്പെട്ട് ഇരിപ്പുണ്ടാവും. അവൾ ഇന്നലെ ഹോസ്റ്റലിലേക്ക് പോകുമ്പോ റോഡിൽ ബോധം കെട്ട് വീണു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആരോ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞാൻ അവളെ ഹോസ്പിറ്റലിൽ പോയി കണ്ടു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവക്ക് പ്രശ്നമൊന്നുമില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ബോധം വീണു. വേറെ കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് ഭൂമിക മാഡം അവളെ ഹോസ്റ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? നീ ഇപ്പൊ തന്നെ ഫോൺ എടുത്ത് അവളെ വിളിച്ചു ചോദിച്ചാ പോരെ?